ചരിത്രം കുറിച്ച നവകേരള സദസ്സിനായി സംസ്ഥാന മന്ത്രിസഭയൊന്നാകെ 140 നിയോജക മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച ബസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വ്യാജ വാർത്തകളിലൂടെ ബസ്സിനെതിരെ വ്യാപക പ്രചരണം നടത്താൻ മാധ്യമങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടും അത് പരാജയപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ബസ്സിന്റെ ദൃശ്യങ്ങൾ പുറം ലോകം കാണിക്കുമെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതോടെ ഊതിപ്പെരുപ്പിച്ച വാർത്തകളുടെ മുനയൊടിഞ്ഞിരുന്നു. ഇതോടെ ബസ്സിന് ആരാധകരേറി. നവകേരള സദസ്സിന് ശേഷം ഭാരത് ബെൻസിന്റെ ബസ് ബജറ്റ് ടൂറിസത്തിനായി ഉപയോഗിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് നിരവധി പേരാണ് KSRTCയുമായി ബുക്കിങ്ങിന് ബന്ധപ്പെട്ടത്. അങ്ങനെ ആ ബസ് ഒരുങ്ങുകയാണ്. നവകേരള സദസ്സിന് ശേഷം ബസ്സിലെ സീറ്റിംഗ് ക്രമീകരണം മാറ്റാനും മറ്റുമായി വാഹനം ഇപ്പോൾ കർണാടകയിലാണ്. വേണ്ട മാറ്റം വരുന്നതോടെ കൂടുതൽ യാത്രക്കാർക്ക് ബസ്സിൽ സഞ്ചരിക്കാനുമാകും. അറ്റകുറ്റപ്പണി പൂർത്തിയായാലുടൻ ബജറ്റ് ടൂറിസത്തിനായി കൈമാറും. പത്തനംതിട്ടയിൽ നിന്ന് കശ്മീരിലേക്കുള്ള യാത്രയടക്കം KSRTCയുടെ പരിഗണനയിലുണ്ട്. KSRTCക്കാകും പരിപാലന ചുമതല. വാടക തീരുമാനിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യ ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളേക്കാൾ കുറവായിരിക്കും.